നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്നതിന് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നിലമ്പൂരിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിലൂടെ ഏത് മുന്നണിക്കാണ് ഇപ്പോൾ സാധ്യത എന്നുള്ളത് പൊതുവെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടാക്കിയിട്ടുള്ള ചില മുന്നേറ്റങ്ങളാണ്. ഇടതുപക്ഷം പൊതുവെ സ്വീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങളിൽ നിന്ന് അല്പം വിഭിന്നമായി, പ്രത്യേകിച്ച് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലുമൊക്കെ ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രചരണ കോലാഹലം സൃഷ്ടിക്കാൻ CPM-നും ഇടതുപക്ഷത്തിനും കഴിഞ്ഞിരുന്നു. എന്നാൽ ആ നിലയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയല്ല ഇപ്പോൾ CPM ഇടതുപക്ഷം നിലമ്പൂരിൽ പിന്തുടരുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടാമതും ഭരണം കിട്ടിയതിൻ്റെ ആവേശത്തിൽ നേരിട്ട ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നു തൃക്കാക്കരയും പുതുപ്പള്ളിയും ഒക്കെ. പക്ഷെ അത് ചീറ്റിപ്പോയി. അതിനുശേഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു. അതിലും വലിയ തിരിച്ചടികൾ ഇടതുപക്ഷത്തിനുണ്ടായി. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത വോട്ടുകൾ ചോരുകയും BJP-യിലേക്ക് വോട്ടുകൾ പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ പ്രതിരോധത്തിലാണ് ഇടതുപക്ഷം ഒട്ടും ആഗ്രഹിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പുമല്ല നിലമ്പൂരുണ്ടായിട്ടുള്ളത്. അപ്പം അതിൻ്റെ എല്ലാം തന്നെ ചില കുറവുകളും ചില മുൻകരുതലുകളും എടുത്തുകൊണ്ടാണ് ഇടതുപക്ഷം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. എന്നാൽ UDF അങ്ങനെയല്ല. വീണ് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിക്കാൻ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട അവസരം എന്ന നിലയിൽ UDF അതിനെ കാണുകയും PV അൻവറിനെ പോലും അടുപ്പിക്കാതെ ശക്തമായി ശക്തമായി തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കോൺഗ്രസിനെയും UDF-നെയുമാണ് കാണാൻ കഴിയുന്നത്. ആ നിലയിൽ പ്രചരണം ഏകോപിപ്പിക്കുകയാണ്. പക്ഷെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം, ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തന മാനേജ്മെൻറ്റ് അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, സംസ്ഥാനത്ത് നിന്നുള്ള മുഴുവൻ നേതാക്കന്മാരെയും കൊണ്ടുവന്ന് ആ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് ശൈലിയാണ് പൊതുവെ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഉണ്ടാവാറ്. അതിവിടെയും കാണുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ മറ്റു കാര്യങ്ങളിൽ പൊതുവെ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങളിൽ അല്പം ശക്തമായിട്ട് സോഷ്യൽ മീഡിയയെയും അതുപോലെ തന്നെ മറ്റു പ്രചരണ സംവിധാനങ്ങളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് UDF നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി. കാരണം നിലമ്പൂർ എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള ഒരു നിയമസഭാ മണ്ഡലം എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധി തന്നെ നേരിട്ടെത്തി ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചരണം നടത്തുന്നു എന്നുള്ള ശ്രദ്ധേയമാണ്. ഇന്ന് നിലമ്പൂരിൽ അതിഗംഭീരമായ മഴയും മറ്റു പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് UDF-ന്റെ പ്രവർത്തകന്മാർ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയിൽ ശക്തമായി മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം PV അൻവർ ഇന്ന് നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരുപക്ഷേ ഈ PV അൻവറിന് തെല്ലും സാധ്യതയില്ല എന്ന് കരുതിയവർക്ക് മുന്നിൽ അതിമികച്ച ഒരു തെരഞ്ഞെടുപ്പ് റോഡ് ഷോ നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ സിക്സറുകളുടെ രാജകുമാരൻ യൂസഫ് പത്താൻ, ഒട്ടേറെ ആരാധകർ കേരളത്തിലുള്ള യൂസഫ് പത്താൻ, പ്രത്യേകിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് അദ്ദേഹം കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ ബോളുകളിൽ കൂടുതൽ റൺസുകൾ നേടി സിക്സറുകൾ പായിച്ചുകൊണ്ടുള്ള ഏറ്റവും വേഗതയേറിയ IPL-ലെ സെഞ്ചുറികളിലൊന്ന് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള യൂസഫ് പത്താൻ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ MP കൂടിയാണ് അദ്ദേഹം. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചിരുന്നു, MP ആണ്. അദ്ദേഹം തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള PV അൻവറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഇന്ന് നിലമ്പൂരിലെത്തിയിരിക്കുന്നു, റോഡ് ഷോ നടത്തിയിരിക്കുന്നു. നിലമ്പൂരിൻ്റെ ഗ്രീസിൽ PV അൻവർ മാൻ ഓഫ് ദി മാച്ച് ആകുമെന്നൊക്കെയുള്ള അടിപൊളി ഡയലോഗെല്ലാം അടിച്ചുകൊണ്ടാണ് യൂസഫ് പത്താനും എത്തിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ CPM-ന് വേണ്ടി പിണറായി വിജയൻ തന്നെ നേരിട്ടിറങ്ങി MA ബേബിയെ പോലെയുള്ള, വിജയരാഘവനെ പോലെയുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെല്ലാം ഇറങ്ങിത്തിരിച്ച് ഒരു പ്രവർത്തനം ആ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. BJP നമുക്കറിയാം പണ്ടേ ദുർബല, ഇപ്പോൾ അതിനേക്കാളും അധോഗതി എന്ന് പറഞ്ഞതാണെങ്കിലും അവരൊരു ക്രൈസ്തവ സ്ഥാനാർത്ഥിക്ക് നിർത്തി. പണ്ട് BJP-യുടെ മുൻ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ലാഭകരമല്ല
മാത്രമല്ല അദ്ദേഹം ഒരു കച്ചവടക്കാരനായതുകൊണ്ട് ലാഭകരമല്ല എന്ന് പറഞ്ഞു. പിന്നീട് നഷ്ടമാണെങ്കിലും ഒരു കച്ചവടം ചെയ്തു കളയാം എന്ന് കരുതി ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി, അവിടുത്തെ 13% വരുന്ന ക്രൈസ്തവ മലയോര മേഖലയിലെ ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് BJP നടത്തുന്ന ഒരു ശ്രമം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ UDF, LDF, PV അൻവറിന്റെ BJPയുടെ ഒക്കെ സ്ഥാനാർത്ഥികൾ അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നിട്ടിറങ്ങുമ്പോൾ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം ആർക്ക് അനുകൂലമാണ് എന്ന് പരിശോധിക്കാം. നമുക്കറിയാം നിലമ്പൂരിന്റെ ഒരു പൊതു സാഹചര്യം എന്ന് പറയുന്നത് അതൊരു UDF മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണ അവിടെ PV അൻവർ വിജയിച്ചിട്ടുണ്ട് യഥാർത്ഥമാണ്. മുമ്പ് TK ഹംസ പണ്ട് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് യഥാർത്ഥം. ഞാൻ അതിൻ്റെ വർഷങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. TK ഹംസ അവിടെ മുമ്പ് വിജയിച്ചിട്ടുണ്ട്. ആര്യടൻ മുഹമ്മദ് അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിലമ്പൂരിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് UDFന്റെ ഒരു അടിയുറച്ച മണ്ഡലമാണ്. കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു മികച്ച പ്രകടനം നടത്താൻ CPMന് കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ഘട്ടത്തിൽ PV അൻവർ കഴിഞ്ഞ 2 തവണയും PV അൻവറിന്റെ കൂടി ബലത്തിലാണ് ഇടതുപക്ഷം നിലമ്പൂർ പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞത്, അല്ലെങ്കിൽ വിജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്ന് PV അൻവർ ഇടതുപക്ഷത്തിന്റെ കൂടെ ഇല്ല എന്നുള്ളത് തന്നെ യഥാർത്ഥത്തിൽ CPMന്റെ സംഘടനാ വോട്ടുകൾ കൊണ്ട് ജയിക്കാൻ കഴിയുമോ എന്ന് മാത്രമാണ് അവർക്ക് മുന്നിലുള്ള ഏക പോം വഴി എന്ന് പറയുന്നത്. CPMന്റെ സംഘടനാ വോട്ടുകൾ കൊണ്ട് മാത്രം അവിടെ വിജയിക്കാൻ കഴിയില്ല. ചുരുങ്ങിയത് 75,000 വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് നിലമ്പൂരിൽ വിജയിക്കാൻ കഴിയുക. നമുക്കറിയാം നിലവിലെ സാഹചര്യത്തിൽ അൻവർ ഇല്ലാതെ ഒരിക്കലും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പൊതു സ്വതന്ത്രനില്ലാതെ ഒരിക്കൽ പോലും അവിടെ 75,000 വോട്ടുകൾ പോയിട്ട് 60,000 വോട്ടുകൾ പോലും നേടാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ 75,000-ഓളം വോട്ടുകൾ നേടാൻ കഴിയുന്ന ഏക മുന്നണി എന്ന് പറയുന്നത് UDF മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിലേക്ക് ഒരു പടി കൂടി, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിനുള്ള ഒരു സാധ്യതയായിട്ടാണ് ഞാനത് പറയുന്നത്. കാരണം PV അൻവർ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കടുത്ത പോരാട്ടം അവിടെ നടക്കുമായിരുന്നു. അതുപോലും നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം CPMനെതിരാണ് ജനങ്ങൾ, ഗവൺമെൻറ്റിനെതിരാണ്, പിണറായിക്കെതിരാണ്. ഈ ഗവൺമെൻറ്റിനോട് ഒട്ടും താല്പര്യമില്ലാത്തവർ CPMനകത്തു പോലുമുണ്ട്. പിന്നെ പൊതുജനങ്ങളുടെ കാര്യം പറയണോ? അപ്പോൾ ആ നിലയിൽ വലിയ ഒരു പ്രതിസന്ധിയെ ഗവൺമെൻറ്റും ഇടതുപക്ഷവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ PV അൻവറിനെ പോലെയുള്ള ഒരാളുടെ സഹായം കൂടിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കാര്യം സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ PV അൻവർ, യൂസഫ് പത്താനൊക്കെ ഇറക്കി ഈ നിലയിൽ പ്രചരണം നടത്തുമ്പോൾ PV അൻവർ പിടിക്കുന്ന വോട്ടുകളിൽ 80% മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വോട്ടുകളായിരിക്കും എന്ന വിലയിരുത്തലാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും മാത്രം വോട്ടുകളാകുമോ? ഇടതുപക്ഷത്തിൻ്റെ മാത്രം വോട്ടുകളാകുമോ? സ്വരാജിനെ പോലെയുള്ള ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി CPM ഇടതുപക്ഷ സ്വഭാവമുള്ള വോട്ടുകളെല്ലാം ഏകീകരിച്ചാൽ ഒരുപക്ഷെ PV അൻവർ ഈ നടത്തുന്ന പ്രചരണ കോലാഹലങ്ങൾക്കിടയിൽ ഒരുപക്ഷെ ആര്യടൻ ഷൗക്കത്തിന് ഒരു പാരയായി മാറുമോ എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പലരും പറയുന്നത് PV അൻവർ 10,000-ൽ താഴെ വോട്ടുകൾ മാത്രമേ പിടിക്കൂ. 10,000-ൽ താഴെ വോട്ടുകളാണ് PV അൻവർ പിടിക്കുന്നതെങ്കിൽ അത് UDFന് സാധ്യത കൂടുതൽ വ്യക്തമാകും. എന്നാൽ 10,000-ന് കൂടുതൽ വോട്ടുകൾ PV അൻവർ പിടിക്കുന്നത് ഒരുപക്ഷെ UDFന് പോലും വെല്ലുവിളിയാവുന്ന സാഹചര്യം ഉണ്ടാവാം. ഈ ഘട്ടത്തിൽ പക്ഷേ UDF ശുഭപ്രതീക്ഷയിലാണ്, ആത്മവിശ്വാസത്തിലാണ്. UDF ഒരു പേടിയും നിലമ്പൂരിൻ്റെ കാര്യത്തിൽ ഈ ഘട്ടത്തിലുള്ള കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം സംസ്ഥാനത്ത് മുഴുവൻ നേതാക്കന്മാർ, VN സുധീരൻ അടക്കമുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് നേതാക്കന്മാരെ ഇറക്കി ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി UDF മുന്നോട്ട് പോകുന്നു. VD സതീശനും ഷാഫി പറമ്പിലും എന്നുവേണ്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉൾപ്പെടെയുള്ള പാണക്കാട് തങ്ങന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇറങ്ങിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് UDFന് ഇവിടെ നടക്കുന്നത്. മുഖ്യമന്ത്രി നേതൃത്വത്തിൽ CPMന്റെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും M സ്വരാജിന് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ PV അൻവറും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. മണിക്കൂറുകൾ മാത്രം തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്നതിന് ബാക്കിയുള്ളപ്പോൾ നിലമ്പൂരിൻ്റെ മണ്ണ് അതിശക്തമായ വീറോടെയുള്ള ഒരു പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ഒരു കാര്യം പറയാൻ കഴിയും, അൻവർ നിർണായക ശക്തിയാണ്. അൻവറിനെ എഴുതിത്തള്ളാനായിട്ടില്ല, അൻവറിനെ ജയിക്കാൻ കഴിയില്ല എന്നുറപ്പാണെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ, സ്വരാജിൻ്റെയോ ആര്യടൻ ഷൗക്കത്തിൻ്റെയോ വിധി എഴുതുവാൻ, അവരുടെ തലവര മാറ്റുവാൻ PV അൻവറിന് കഴിയും നിലമ്പൂരിൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും ഒരു ചെറിയ എഡ്ജ് UDFന് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. BJP ചിത്രത്തിലില്ല എന്നുള്ളതാണ് നിലമ്പൂരിൻ്റെ കഥ.